ത്രിയേക ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയ വിശ്വാസികളുടെ സമൂഹമേ, നിങ്ങളേവരെയും വളരെ വിനീതമായി പ്രഭാതവചനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ചൊവ്വാഴ്ച, ഈ മാസത്തെ 20-ാമത്തെ ദിവസം, ഈ വർഷത്തെയും 20-ാമത്തെ ദിവസം, 20 ജാനുവരി 2026. ഇന്നത്തെ ചിന്താവിഷയം എന്നത് ശുദ്ധ വിചാരങ്ങളെ ആർ കൈക്കൊള്ളുന്നുവോ അവർ താഴാഴ്മയുള്ളവരായിരിക്കും. ശുദ്ധ വിചാരങ്ങളെ ആർ കൈക്കൊള്ളുന്നുവോ അവർ താഴാഴ്മ ഉള്ളവർ ആയിരിക്കും. അതിനായി ഇന്ന് എടുത്തിരിക്കുന്ന വേദഭാഗം എന്ന് പറയുന്നത് 51-ാം സങ്കീർത്തനം 10-ാം വാക്യം. ദൈവമേ, നിർമ്മലമായ ഒരു ഹൃദയം എന്നിൽ സൃഷ്ടിച്ചു, സ്ഥിരമായ ഒരു ആത്മാവിനെ എന്നിൽ പുതുക്കണമേ. ദൈവമേ, സ്ഥിരമായ ഒരു ഹൃദയം എന്നിൽ സൃഷ്ടിച്ചു, സ്ഥിരമായ ഒരു ആത്മാവിനെ എന്നിൽ പുതുക്കണമേ എന്നാണ്. നമ്മളിൽ എത്ര പേർക്ക് രാവിലെ എഴുന്നേറ്റ് വന്നതിന് ശേഷം നമ്മളെ തന്നെ കർത്താവിൻ്റെ തൃപ്പാദത്തിൽ സമർപ്പിച്ചുകൊണ്ട് കഞ്ഞൂര് രാത്രികാലം നീ എന്നെ സുഖമായി കഴിഞ്ഞുകൂടുന്നതിന് വേണ്ടിയിട്ട്, ഉറങ്ങുന്നതിന് വേണ്ടിയിട്ട് അനുഗ്രഹിച്ചതിനെ ഞങ്ങൾ സ്തുതിക്കുന്നു. കർത്താവെ, വരുവാനിരിക്കുന്ന ഓരോ നിമിഷങ്ങളിലും നിന്റെ കാവലും കോട്ടയും ഞങ്ങളുടെ എല്ലാ പ്രവർത്തന മേഖലകളിലും ഉണ്ടായിരിക്കുമാറാകണമേ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ എത്ര പേര് ഇന്നത്തെ ദിവസം കഴിച്ചുകൂട്ടാൻ ആഗ്രഹിക്കുന്നു, കഴിച്ചുകൂട്ടുന്നു എന്ന് ചിന്തിക്കേണ്ടതുണ്ട്. ഇന്നലെ വരെ നമ്മൾ എങ്ങനെ ജീവിച്ചു എന്നുള്ളതല്ല, ഇനിയും നമുക്ക് എങ്ങനെ ജീവിക്കണമെന്നുള്ളതാണ് നാം ഓരോരുത്തരും എടുക്കേണ്ട തീരുമാനം. ഞാൻ എന്ത് ചിന്തിക്കുന്നുവോ അതാണ് ഞാൻ, നീ എന്ത് ചിന്തിക്കുന്നുവോ അതാണ് നീ. ചിന്തിക്കുന്നത് കൊണ്ടാണ് മനുഷ്യന്റെ അസ്തിത്വം രൂപപ്പെട്ടിരിക്കുന്നത് എന്നാണല്ലോ ചില ദാർശനികരുടെ പ്രഖ്യാപനം. ഞാൻ ചിന്തിക്കുന്നു, അതുകൊണ്ട് ഞാനുണ്ട്. ഇതാണ് അവരുടെ ലൈൻ. ദൈവ സൃഷ്ടികളിൽ മനുഷ്യന് മാത്രമേ സ്വന്തമായി ചിന്തിക്കുവാനും അതനുസരിച്ച് പ്രവർത്തിക്കാനുമുള്ള കഴിവുള്ളൂ. അത് തന്നെയാണ് മനുഷ്യന്റെ മഹത്വവും. ചിന്തകളിൽ വ്യത്യസ്തതയും സമാനതകളും നമ്മെ ഒരേ പക്ഷക്കാരോ എതിർപക്ഷക്കാരോ ആക്കി മാറ്റുന്നുവെന്നും നമുക്ക് ഏവർക്കും അറിയാം. അത് അങ്ങനെ തന്നെ ആവട്ടെ. അപ്പോഴും നല്ലതുപോലെ ചിന്തിക്കുവാൻ കഴിയുന്നുണ്ടോ? നല്ല ചിന്തകൾ കൊണ്ട് സമൂഹത്തെ പ്രചോദിപ്പിക്കുവാൻ കഴിയുന്നുണ്ടോ? കുറച്ചുകൂടി വെളിച്ചം പ്രസരിപ്പിക്കുന്നുണ്ടോ? നല്ലതുപോലെയും നന്മയ്ക്ക് വേണ്ടിയും ചിന്തിക്കുവാൻ കഴിയുമ്പോഴാണ് സാമൂഹിക സൃഷ്ടിയിൽ നാം ക്രിയാത്മകമായി പങ്കുകാരായി മാറുന്നത് എന്ന് നാം മറക്കാതിരുന്നാൽ മതിയാകും. പക്ഷേ ഖേദകരമെന്ന് പറയട്ടെ, നല്ല ചിന്തകളുടെ അഭാവം ഇന്ന് ഏറെ കൂടുതലായിരിക്കുന്നു. ചിന്തകളിൽ മാലിന്യം കലർന്നു കൊണ്ടേ ഇരിക്കുന്നു എന്ന് നമുക്ക് എവർക്കും അറിയാം. ആശയങ്ങളിലും ആലോചനകളിലും പലതരത്തിലുള്ള വിഷം കലർത്തുന്ന ഒരു സമൂഹത്തിലാണ് നാം ഓരോരുത്തരും ഇന്ന് ജീവിക്കുന്നത്. അത് നമുക്ക് ഏവർക്കും അറിയാം. എന്നാൽ നമ്മൾ ഓരോരുത്തരും അതിൽ നിന്ന് മാറുന്നതിന് വേണ്ടി, ആ ഒരു ദുശ്ചിന്തയെ മാറ്റിയെടുക്കുന്നതിന് വേണ്ടി നാം എന്താണ് പ്രവർത്തിക്കുന്നത്, നമ്മളുടെ റോൾ എന്താണ് ഒന്ന് ചിന്തിക്കുന്നത് നല്ലതായിരിക്കും. ഏതൊക്കെ തരത്തിലാണ് ഈ വിഷം പുരട്ടലുകൾ നടക്കുന്നത് എന്നറിയുവാൻ വർത്തമാന കാലത്തെ ഇത്തിരി അകന്നു നിന്നുകൊണ്ട് വീക്ഷിച്ചാൽ മതിയാകും. എൻ്റെ ചിന്തകളിലെ മാലിന്യം ഞാൻ മാത്രം ചുമന്നാൽ പോരെ എന്ന് ചിന്തിക്കാതെ അത് നിനക്ക് കൂടി പങ്കുവെക്കണം എന്ന ധാർഷ്ട്യം കൂടി അതിലുണ്ട്. എൻ്റെ ക്ഷുദ്ര ചിന്തകൾക്ക് പോലും നീ ഓശാന പാടിയിരിക്കണമെന്നാണ് നമ്മുടെ കടുംപിടുത്തങ്ങളും. സോഷ്യൽ മീഡിയകളിലൂടെയുള്ള ഫോർവേഡുകളും ഷെയറുകളും പ്രതികരണങ്ങളും മാധ്യമ വിചാരങ്ങളിൽ നിന്നുമെല്ലാം ഇക്കാര്യമാണ് നാം മനസ്സിലാക്കുന്നത്. അതായത് ചിന്തിക്കാൻ കഴിവുള്ളവരുടെ അഭാവമല്ല വർത്തമാനകാലം നേരിട്ടുകൊണ്ടിരിക്കുന്ന വലിയ അപകടം, മറിച്ച് നല്ല വികാരങ്ങളുടെയും കുറവാണ് എന്ന് നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. നമുക്ക് ഇന്നത്തെ ലോകത്ത് നാം ജീവിക്കുമ്പോൾ നാം മനസ്സിലാക്കേണ്ടതായ ഒരു കാര്യമുണ്ട്. നാം വളരെ താഴായ്മയുള്ളവരാണെങ്കിൽ മാത്രമേ നമുക്ക് എളിമയുള്ളവരായി, നമ്മൾ ശുദ്ധഹൃദയമുള്ളവരായിട്ട് നമുക്ക് ജീവിക്കുവാൻ സാധിക്കത്തുള്ളൂ. മനുഷ്യജീവിതത്തിൻ്റെ സഞ്ചാരങ്ങളും പ്രവർത്തനങ്ങളും എല്ലാം ഇന്നത്തെ ഓൾ ആർ ദി വിക്ടിം ഓഫ് ദി ചേഞ്ച് എന്നുള്ള ആ രീതിയിലാണല്ലോ. സാഹചര്യത്തിൻ്റെ സൃഷ്ടിയാണ് മനുഷ്യൻ. എന്നാൽ നാം അങ്ങനെയാണോ ഒരു ക്രിസ്ത്യാനി എന്ന നിലയിൽ ജീവിക്കേണ്ടത്? പിറവിക്കും പുനരുദ്ധാനത്തിനും ഇടയിലുള്ളതാണ് അവന് ഓരോരുത്തരുടെയും ജീവിതം. അതിനിടയിൽ എത്രയെത്ര സംഭവ വികാസങ്ങൾ ജീവിതത്തിൻ്റെ രണ്ടറ്റത്തെയും ഇടയിലുള്ള
ഇത്തരം സംഭവങ്ങളെ ധ്യാനിച്ചുകൊണ്ട് നാം നമ്മെ തന്നെ ഒന്ന് ശോധന ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യമുണ്ട്. ഓരോ ക്രൈസ്തവൻ്റെയും മനുഷ്യ സ്നേഹിയുടെയും ജീവിതത്തെ അവ സ്പർശിക്കുന്നുണ്ട് എന്ന് നമുക്ക് എവർക്കും മനസ്സിലാക്കുവാൻ സാധിക്കും. അങ്ങനെ ഒരു നല്ലതായ ഒരു താഴാഴ്മയുള്ള ഒരു ശുദ്ധ വിചാരങ്ങളെ ആർ കൈക്കൊള്ളുന്നുവോ അവർ താഴാഴ്മ ഉള്ളവർ ആയിരിക്കും എന്നുള്ള ചിന്ത നമുക്കുണ്ടെങ്കിൽ നമുക്ക് അതിൽ നിന്നും ഒരു മാറ്റം വരുത്തുവാൻ നമുക്ക് സാധിക്കും. നമ്മുടെ ഇപ്പോഴത്തെ ജീവിതത്തിൽ നിന്നും ഒരു മാറ്റം വരുത്തുവാൻ നമുക്ക് സാധിക്കും. അപ്പോഴാണ് നാം ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത്, ദൈവമേ, നിർമ്മലമായ ഒരു ഹൃദയം എന്നിൽ സൃഷ്ടിച്ച് സ്ഥിരമായ ഒരു ആത്മാവിനെ എന്നിൽ പുതുക്കണമേ എന്ന്. നാം ആ അനുതാപത്തിൻ്റെ സങ്കീർത്തനങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് ഒരു താഴാഴ്മ അങ്ങനെ തന്നെ ഉണ്ടാകും. നമ്മളുടെ ആ യാഥാർത്ഥ്യം നമ്മൾക്ക് തിരിച്ചറിയുവാൻ സാധിക്കും. അപ്പോഴാണ് നമുക്കിങ്ങനെ ഒരു പാട്ട് പാടാൻ സാധിക്കുന്നത്. നിർമ്മലരിൽ കനിയും നിർമ്മലനാം ദേവാ, ഞങ്ങൾക്കെന്നും നൽകണമേ നിർമ്മല ഹൃദയം. നിൻ പ്രീതിക്കെതിരാ പാഴാം ചിന്തകളും ദുഷ്ടവികാരവും എങ്ങളിൽ നിന്നൊഴിവാക്കണമേ. ഈ പാട്ട് നമുക്ക് എപ്പോഴൊക്കെ അവസരം കിട്ടുന്ന അവസരത്തിലൊക്കെയും പാടിക്കൊണ്ട് നടക്കുകയാണെങ്കിൽ ശുദ്ധമായ ഒരു ഹൃദയം നമുക്ക് ഉണ്ടാകും. ഓൾ ആർ ദി വിക്ടിം ഓഫ് ദി ചേഞ്ച്. വാട്ട് എവർ യു തിങ്ക് ആൻഡ് ഫീൽ ഈസ് ക്രിയേറ്റിംഗ് യുവർ ഫ്യൂച്ചർ എന്ന ആ തത്വസംഹിത നമ്മൾ മറക്കാതെ ഇരുന്നാൽ മതി. സാഹചര്യത്തിൻ്റെ സൃഷ്ടിയാണ് മനുഷ്യൻ. നാം എന്ത് ചിന്തിക്കുന്നുവോ അതാണ് നമ്മുടെ ഭാവി എന്ന് നമുക്ക് മനസ്സിലാക്കുന്നുവെങ്കിൽ എപ്പോഴും നമുക്ക് ദൈവമേ, മഹാഭാവിയായി എന്നോട് കരുണ ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുവാൻ തോന്നും. ആ പാപങ്ങളിൽ നിന്നും നമുക്ക് ദൂരം നിൽക്കുവാനും സാധിക്കും. അതിനുവേണ്ടി നമുക്ക് ഇടപെടാതെ പ്രാർത്ഥിക്കാം, സൽപ്രവൃത്തികളെ ചെയ്യാം, എല്ലാറ്റിനും സ്തോത്രം ചെയ്യാം. അതിനായി ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ഇവിടെ ഉപസംഹരിക്കട്ടെ. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നന്ദി, നമസ്കാരം.